ഓക്കെ, നെക്സ്റ്റ് നമ്മൾ തേർഡ് മോഡ്യൂളിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് പമ്പിംഗ് ലെമ്മ ഫോർ റെഗുലർ ലാംഗ്വേജ്. പമ്പിംഗ് ലെമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നേരത്തെ നമ്മളൊരു NFA ആയാലും DFA ആയാലും അതിനകത്ത് എന്താണ് അതിനകത്ത് നമ്മളൊരു സബ്സ്ട്രിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മൾ തിയറി ആയിട്ട് ഒരു റെഗുലർ എക്സ്പ്രഷൻസ് തന്നിരിക്കുന്ന ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് റെഗുലർ സെറ്റ് ആണോ അല്ലെങ്കിൽ റെഗുലർ എക്സ്പ്രഷൻ ആണോ അല്ലെങ്കിൽ റെഗുലർ ലാംഗ്വേജ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പമ്പിംഗ് ലെമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൽ എന്ന് പറയുന്ന ഒരു റെഗുലർ ലാംഗ്വേജ് ആണ്. അവിടെ ഒരു കോൺസ്റ്റൻറ്റ് എൻ ഉണ്ട്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, നമ്മൾ എടുക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ്റെ NFAക്ക് ആയാലും അല്ലെങ്കിൽ DFA ആയാലും ഏതെടുക്കുന്നോ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്രയാണെന്നുള്ളതാണ് എൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സ്ട്രിങ് ഇസഡ് ഉണ്ട്. അത് ആ റെഗുലർ ലാംഗ്വേജിൻ്റെ അകത്തുള്ളതാണ് ഇസഡ് എന്ന് പറയുന്നത്. ഇസഡിൻ്റെ മോഡുലസ്, അതായത് ഇസഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്കത് ആ ഒരു സ്ട്രിങ് ഇസഡിനെ നമുക്ക് ബ്രേക്ക് ചെയ്ത് 3 സ്ട്രിങ് ആക്കി മാറ്റും. അതായത് ഇസഡ് ഇസ് ഈക്വൽ ടു UVW സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് വി എന്ന് പറഞ്ഞാൽ വി എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഒന്നുകിൽ 1 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആകാം. അതുപോലെ യു എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതും അതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. ഫോർ ഓൾ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ സ്ട്രിങ് UV റൈസ് ടു IW ഈസ് ഇൻ L. ഇതാണ് പമ്പിംഗ് ലെമ്മ പറയുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിട്ട് തോന്നും, അത് എന്തുവാ ഈ ചെയ്തു വച്ചേക്കുന്നത്, എന്താണ് ഈ L, എന്താണ് Z, എന്താണ് U, എന്താണ് V എന്നുള്ളത്. എന്നാൽ നമ്മളതൊരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ ഈസി ആയിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പമ്പിംഗ് ലെമ്മ പറയുന്നത് അവിടെ L എന്ന് പറയുന്ന ഒരു റെഗുലർ ലാംഗ്വേജ് ഉണ്ട്. അതിനകത്ത് നമ്മൾ റെഗുലർ ലാംഗ്വേജ് വെച്ച് വരച്ചപ്പോൾ നമുക്ക് N സ്റ്റേറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ഇസഡിനെ നമ്മൾ 3ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ആ ബ്രേക്ക് ചെയ്യുന്ന ഓരോന്നിൻ്റെയും ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ നമ്പർ ഓഫ് സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ I എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഐയുടെ വാല്യൂ 0ക്ക് ഗ്രേറ്ററോ 0യോ ആവുക. അങ്ങനെയാണെങ്കിൽ UV റൈസ് ടു IW എന്ന് പറയുന്നത് ആ ലാംഗ്വേജിലുള്ളതാണ്. അതായത് തന്നിരിക്കുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് റെഗുലർ സെറ്റ് അല്ലെങ്കിൽ റെഗുലർ ലാംഗ്വേജിനകത്ത് ഉള്ളതാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് പമ്പിംഗ് ലെമ്മ പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. തൊട്ട് താഴെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. Q0, Q1, Q2. Q0, Q1, Q2 3 സ്റ്റേറ്റുകളാണ്. ഈ Q0ൽ നിന്ന് Q1ലേക്ക് A, അതുപോലെ Q1-നകത്ത് C, Q1-ൽ നിന്ന് Q2-ലേക്ക് B. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന സ്ട്രിങ്ങുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ L ഇസ് ഈക്വൽ ടു AB മാത്രം വരാം. അതായത് ഈ മിഡിലിൽ C വാങ്ങാതെ നേരെ എന്ത് ചെയ്യും, Q0ൽ നിന്ന് A മേടിച്ച് Q1, Q1-ൽ നിന്ന് B മേടിച്ച് Q2. അതൊരു സ്ട്രിങ് ആണ്. അതുപോലെ ACB ഒരു സ്ട്രിങ് ആണ് അല്ലേ, ACB എന്ന് പറയുന്നൊരു സ്ട്രിങ് ആണ്. അടുത്തതെന്ന് പറയുന്നത് ACCB എന്ന് പറയുന്നൊരു സ്ട്രിങ് ആണ്. ആ നടുക്ക് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിന് എത്ര C വേണമെങ്കിലും മേടിക്കാൻ പറ്റും. അപ്പോഴും അതൊരു സബ് സ്ട്രിങ് ആണ്. അപ്പോൾ ഈ ലാംഗ്വേജ് റെഗുലർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനാദ്യം നമ്മുടെ നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട് N-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3. ഇനി Z എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ട്രിങ് ഇതിൽ നിന്ന് ACB എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ചൂസ് ചെയ്തു. Z ഇസ് ഈക്വൽ ടു ACB. ദെൻ നമ്മൾ Z എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z, അതായത് ലെങ്ത് ഓഫ് Z എന്ന് പറയുന്നത് ACB 3 ലെങ്ത്. അതെന്ന് പറയുന്നത് ഒന്നുകിൽ 3-ന് നമ്മുടെ N-ന് ഈക്വലൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ N-നേക്കാൾ കൂടുതലായിരിക്കണം. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, N എന്ന് പറയുന്നത് 3 Z-ൻ്റെ ലെങ്തും 3. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഇസഡിനെ 3ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. എങ്ങനെ? UVW ആയിട്ട് 3ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. U ഇസ് ഈക്വൽ ടു A, V ഇസ് ഈക്വൽ ടു C, W ഇസ് ഈക്വൽ ടു B. ഓക്കെ, അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ കണ്ടീഷൻസ് ഫസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? മോഡുലസ് ഓഫ് Z, അതായത് ലെങ്ത് ഓഫ് ദാറ്റ് സ്ട്രിങ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N. N is the number of states.
ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മളുടെ സ്ട്രിങ്ങിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് 3 പാർട്ടാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ആ 3 പാർട്ട് എന്ന് പറയുന്നത് യു വി ഡബ്ല്യു ആണ്. ഇവിടെ നമ്മൾ എ സി ബി എന്ന് പറയുന്നതാണ് സ്ട്രിങ്. എ സി ബി എന്ന് പറയുന്നതാണ് സ്ട്രിങ്. ആ എ സി ബി ആണ് നമ്മൾ യു വി ഡബ്ല്യു വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. അന്നേരം നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഈസ് ഈക്വൽ ടു എ, വി ഈസ് ഈക്വൽ ടു സി, ഡബ്ല്യു ഈസ് ഈക്വൽ ടു ബി. ഇനി പറഞ്ഞിരിക്കുന്നത് ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ്. മോഡുലസ് ഓഫ് വി എന്ന് പറഞ്ഞാൽ വി എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. വി എന്താണ്? സി. സിയുടെ ലെങ്ത് എത്രയാണ്? ഒരെണ്ണേ ഉള്ളൂ. സോ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് യു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. യു വിയുടെ ലെങ്ത് എത്രയാണ്? യുവിൻ്റെത് 1, വിയുടേത് 1. അപ്പോൾ മൊത്തത്തിൽ 2. അത് എന്നിനേക്കാൾ ചെറുതോ എന്നിന് ഇക്വലൻ്റോ ആണ്. എൻ എന്ന് പറയുന്നത് 3 ആണ്. 3നേക്കാൾ ചെറുതാണ് യു വിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? ഫോർ ഓൾ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഐയുടെ വാല്യൂ 0 മുതൽ എത്ര വരെ വേണമെങ്കിലും പോവാം. അങ്ങനെയാണെങ്കിൽ സ്ട്രിങ് യു വി അപ്പോസ്ട്രോഫി യു വി പവർ ഐ ഡബ്ല്യു എന്ന് പറയുന്നതും എല്ലിലായിരിക്കും. അപ്പോൾ ആദ്യം ഐക്ക് വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ യു വി റൈസ് ടു 0 ഡബ്ല്യു. വി റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല, യുവും ഡബ്ല്യു മാത്രമേ ഉള്ളൂ. യുവും ഡബ്ല്യു എന്താണ്? എയും ബിയും. എ ബി എന്ന് പറയുന്നത് അതിനകത്തുള്ളതാണ്. അടുത്തത് ഐക്ക് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. ഐക്ക് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ യു വി റൈസ് ടു 1 ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യു വി ഡബ്ല്യു തന്നെ. അതിൻ്റെ അർത്ഥം എന്താണ്? യു വി ഡബ്ല്യു. യു എന്ന് പറയുന്നത് എ ആണ്, വി എന്ന് പറയുന്നത് സി ആണ്, ഡബ്ല്യു എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ എന്ത് കിട്ടും? എ സി ബി അല്ലേ? അതും എന്താണ്? ആ ലാംഗ്വേജിനകത്ത് ഉള്ള ഒരു സ്ട്രിങ് ആണ്. ദെൻ നെക്സ്റ്റ് ഐ ഈസ് ഈക്വൽ ടു 2 കൊടുക്കൂ. ഐ ഈസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ യു വി സ്ക്വയർ ഡബ്ല്യു. വി എന്താണ്? സി ആണ്. അപ്പോൾ നമുക്ക് യു എ ആണ്. ദെൻ കറസ്പോണ്ടിങ് വി എന്ന് പറയുന്നത് സി സ്ക്വയർ ആണ്. അപ്പോൾ എ സി സി ബി. ഇതും ഏതിനകത്ത് വരുന്നതാണ്? അതിനകത്ത് വരുന്നത്. അപ്പോൾ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളെന്ത് പറഞ്ഞു? ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ യു വി റൈസ് ടു ഐ ഡബ്ല്യു എലമെൻറ്റ് ഓഫ് എൽ ആണെങ്കിൽ ആ ഗിവൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു റെഗുലറാണ്. അപ്പോൾ ഒരു ലാംഗ്വേജ് റെഗുലർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പമ്പിംഗ് ലെമ്മ എന്ന് പറയുന്നത്. പമ്പിംഗ് ലെമ്മയ്ക്കകത്ത് നമ്മൾ കണ്ടീഷൻസ് നോക്കണം. അതായത് അവിടെ ഒരു എൻ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് വരുന്നുണ്ട്. എൻ നത്തിങ് ബട്ട് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ദെൻ അങ്ങനെ ഒരു സ്ട്രിങ് ഇസഡ് ഉണ്ട്. ഇസഡ് എല്ലിലെ എലമെൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ലെങ്ത് ഓഫ് ദാറ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സിനേക്കാൾ കൂടുതലോ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിന് ഇക്വലൻ്റോ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സ്ട്രിങ് ഇസഡിനെ 3 ഡിവൈഡ് ചെയ്യുന്നു. യു വി ഡബ്ല്യു എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നു. അവിടെ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആദ്യത്തെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ അനുസരിച്ച് അത് എന്തായിരിക്കും? റെഗുലർ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ വി എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തതിൽ ഒരെണ്ണമാണ്. വിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ യുവിൻ്റെയും വിയുടെയും കറസ്പോണ്ടിങ് ലെങ്ത് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ ഫോർ ഓൾ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ദ സ്ട്രിങ് യു വി റൈസ് ടു ഐ ഡബ്ല്യു എന്ന് പറയുന്നതും ഏതിൽ എലമെൻ്റ് ആയിരിക്കും? എൽ എന്ന് പറയുന്ന ലാംഗ്വേജിലെ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ ഒരു എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? Q0, Q1, Q2 എന്ന് പറയുന്ന 3 സ്റ്റേറ്റുകൾ. അവിടെ എയും ബിയും ആണ് മേടിക്കുന്നത്. നമ്മുടെ നടുക്കത്തെ സ്റ്റേറ്റിലാണ് സി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുന്നത്. അത് കൊടുത്തില്ല എങ്കിൽ നമുക്ക് കിട്ടുന്നത് എ ബി. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ സി ബി. അത് 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ എ സി സി ബി. വീണ്ടും നമ്മൾ 3 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ എ സി 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 ബി എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള ലാംഗ്വേജസ് ആ നടുക്കുള്ള സി എത്ര വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ വരുന്നതാണ് എങ്കിൽ അതിനകത്ത് വരുന്ന ഓരോ സ്ട്രിങ്ങും അതിനകത്ത് എലമെൻ്റ് ആണോ അല്ലെങ്കിൽ റെഗുലർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം എൻ എന്ന് പറയുന്നത് 3 ആണ്.
അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഫസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഇസഡിനെ ബ്രേക്ക് ചെയ്തു, ACB ആക്കി UVW അല്ലേ. എന്നിട്ട് ഫസ്റ്റ് 2 കണ്ടീഷൻസ് വിയുടെ ലെങ്തും UVയുടെ ലെങ്തും നോക്കി കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ UV⁻IW എന്ന് പറയുന്നത് Lൽ അംഗമാണോ എന്ന് നോക്കാൻ ആദ്യം Iക്ക് 0, Iക്ക് 1, Iക്ക് 2 ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ അതിനകത്ത് എലമെൻ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഓരോ സ്ട്രിങ്ങും എന്ന് മനസ്സിലായി. അന്നേരം ആ ഒരു ഗിവൺ ലാംഗ്വേജ് റെഗുലർ ആണെന്ന് മനസ്സിലായി. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് I⁻P where P is a prime number. Okay, sorry, 1⁻P where P is a prime number is not regular. റെഗുലർ അല്ല എന്ന് നമ്മൾ തെളിയിക്കാൻ പോവാണ്. അപ്പോൾ എല്ലിനകത്ത് P എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. എന്നാൽ പ്രൈം നമ്പർ നമുക്കറിയാം 2, 3, 5, 7, 11, 13, ദെൻ 17, 19 അങ്ങനെ പോകുന്നതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ലാംഗ്വേജിനകത്ത് വരുന്നത് I⁻2 വരാം, 1⁻2 വരാം, 1⁻3 വരാം, 1⁻5, 1⁻7, 1⁻11 അങ്ങനെ വരണം. അപ്പോൾ L റെഗുലർ ആണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ലെറ്റ് N ബി ദ കോൺസ്റ്റൻറ്റ് ഇൻ പമ്പിംഗ് ലെമ്മ. ചൂസ് ദ സ്ട്രിങ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N ആണെങ്കിൽ നമ്മൾ N എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു വാല്യൂ ആയിട്ട് നമ്മൾ അംഗീകരിച്ചങ്ങ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഏതൊക്കെയാണ്? UV⁻IW അതിനകത്ത് എലമെൻ്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ചൂസ് Z is equal to 1⁻3. 1⁻3 എത്രയാണ്? 1, 1, 1 അല്ലേ. എന്നിട്ട് നമ്മൾ ഇസഡിനെ UVW ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് U1, V1, W1 കിട്ടി. ലെങ്ത് ഓഫ് V എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. UVയുടേത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു N ആണ്. എന്നിട്ട് നമ്മൾ Iക്ക് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്ത് UV⁻0W എന്ന് പറയുന്നത് നടുക്കത്തെ I ഇല്ല. അപ്പോൾ എന്ത് കിട്ടും? 1, 1 I⁻2. I⁻2 എന്ന് പറയുന്നത് എലമെൻറ്റിൽ അംഗമാണ്. അടുത്തത് Iക്ക് 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. 1, 2 എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് Iക്ക് 2 എന്ന് പറയുന്നൊരു വാല്യൂ കൊടുത്തു. 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തപ്പോൾ V²W എന്നാണ്. അപ്പോൾ 4, 1 ദാറ്റ് ഈസ് 1⁻4 ആണ്. അത് Lൽ എലമെൻ്റ് അല്ലാത്തത്. അപ്പോൾ അസംഷൻ ഫോൾസ് ആയി. അന്നേരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ലാംഗ്വേജ് ഈസ് നോട്ട് എൻ റെഗുലർ. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് നമുക്ക് വേണ്ടുന്നത് എന്താണ്? അതിൻ്റെ ജനറൽ കേസാണ് പറയുന്നത്. N എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. Z is equal to 1⁻M, M ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N. ദെൻ നമ്മളതിനെ UVW എന്ന് സ്പ്ലിറ്റ് ചെയ്തു. വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1⁻K ആണ്. K എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ UVWനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഫോർ UV⁻IWനകത്ത് നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് കിട്ടുന്നത് UVW പ്ലസ് V⁻I−1. നമ്മൾ എത്ര കൊടുക്കുന്നു? ആ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് 3 ആയിട്ടാണെങ്കിൽ V എന്ന് പറയുന്നത് ഒരു എലമെൻറ്റ് വരുന്നതാണ്. അപ്പോൾ അത് I-1 എന്നുള്ള രീതിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ആ ഒരു അസംഷനിൽ നിന്ന് തന്നെ എന്ത് പറയാം? ആ ലാംഗ്വേജ് അതിനകത്ത് ഇല്ല എന്ന് തന്നെ പറയാം. ഇത് ജനറൽ കേസാണ്, ഇത് വേണമെന്നില്ല. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 0⁻I². അങ്ങനെ I² എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഈ ലാംഗ്വേജ് റെഗുലർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഐയുടെ വാല്യൂ ഓരോന്ന് മാറുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ലാംഗ്വേജ് ഫസ്റ്റ് 0, ദെൻ 0⁻4, 0⁻9, 0⁻16 അങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് L എന്ന് പറയുന്നത് റെഗുലർ ആണ്. N ബി എ കോൺസ്റ്റൻറ്റ് M. അത് നമ്മൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഇപ്പോൾ ആദ്യത്തേതിനകത്ത് ഒരു സ്റ്റേറ്റ് തന്നിരുന്നത് കൊണ്ട്, ഒരു ഫിഗർ തന്നിരുന്നത് കൊണ്ട് നമുക്ക് സ്റ്റേറ്റ് ഇന്നതാണെന്ന് പറയാം. നമ്മളല്ലാതെ N എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു സ്റ്റേറ്റായിട്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഈ M എന്ന് പറയുന്നത് ഇതിനകത്തുള്ളതാണ് എന്നുള്ള രീതിക്ക് അസ്യൂം ചെയ്യുന്നു.
ചൂസ് എ സ്ട്രിങ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. യു വി ഡബ്ല്യു എന്നിട്ട് വിയുടെ ലെങ്തും സെയിം ആണെന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ യു വി റേസ് ടു ഐ ഡബ്ല്യു അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എൽ റെഗുലർ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഫസ്റ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 റേസ് ടു 4 4 സീറോസ് ആണ്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. യു വി ഡബ്ല്യു യുവിന് 0, വിക്ക് 2 0, ഡബ്ല്യുവിന് 1 0 കൊടുത്തു. വിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, അത് സാറ്റിസ്ഫൈഡ് ആണ്. യു വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ, അതും സാറ്റിസ്ഫൈഡ് ആണ്. ഐക്ക് 0 കൊടുക്കുമ്പോൾ യു വി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 0 0, കാരണം എന്താണ് 0 0 റൈസ് ടു 0 എന്നാണ് പറഞ്ഞത്. എനി നമ്പർ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ അവിടെ നമുക്ക് കറസ്പോണ്ടിങ് എന്ത് വരുന്നില്ല, ആ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് റെഗുലർ അല്ല. 0 0 നമുക്ക് വരുന്നില്ല, കാരണം 0 അത് കഴിഞ്ഞിട്ട് 0 0 0 0 4 0 വരുന്നത്. സ്ക്വയേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 0 പിന്നെ 0 റേസ് ടു 4 പിന്നെ 0 റേസ് ടു 9 ദെൻ 0 റേസ് ടു 16 ദെൻ 0 റേസ് ടു 25 അങ്ങനെ വേണം വരാൻ. ഇപ്പോൾ ഇതിനകത്ത് 2 0 വന്നു കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ അല്ല, അതുകൊണ്ട് ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് തെളിയിക്കാം. Okay, hope you understand.